കേരള PSC 2025 ചോദിച്ച ഹിസ്റ്ററിയിൽ നിന്നുള്ള എല്ലാ ചോദ്യങ്ങളുമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇത് ഹിസ്റ്ററിയിൽ നിന്നുള്ള ചോദ്യങ്ങളുടെ രണ്ടാമത്തെ ഭാഗമാണ്. ആദ്യത്തെ ഭാഗം കണ്ടിട്ടില്ലാച്ചാൽ അത് കണ്ടിട്ട് ഇത് കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, താഴെ കൊടുത്ത പ്രസ്താവനകളിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ 1929 ലാഹോർ സമ്മേളനവുമായി ബന്ധമില്ലാത്തത് ഏത്? പ്രസ്താവന 1, കോൺഗ്രസിൻ്റെ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ചു. പ്രസ്താവന 2, ജവഹർലാൽ നെഹ്റു കോൺഗ്രസ് അധ്യക്ഷനായി. പ്രസ്താവന 3, സിവിൽ നിയമലംഘന സമരം ആരംഭിക്കാൻ തീരുമാനിച്ചു. പ്രസ്താവന 4, 1930 ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിനമായി ആചരിക്കാൻ തീരുമാനിച്ചു. ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 4 മാത്രമാണ് തെറ്റായ പ്രസ്താവന. രണ്ടാമത്തെ ചോദ്യം, മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബിനെ കുറിച്ചുള്ള താഴെ കൊടുത്ത പ്രസ്താവനകളിൽ ശരി ഏത്? ഒന്നാമത്തെ പ്രസ്താവന 1939 KPCC പ്രസിഡൻ്റായിരുന്നു. രണ്ടാമത്തെ പ്രസ്താവന 1930 ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതിന് കോഴിക്കോട് വെച്ച് അറസ്റ്റ് ചെയ്യപ്പെട്ടു. മൂന്നാമത്തെ പ്രസ്താവന അൽ അമീൻ പത്രത്തിൻ്റെ സ്ഥാപകനായിരുന്നു. നാലാമത്തെ പ്രസ്താവന ഫോർവേഡ് ബ്ലോക്കിൻ്റെ കേരള ഘടകം പ്രസിഡൻ്റായിരുന്നു. രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. എല്ലാ പ്രസ്താവനയും ശരിയാണ്. മൂന്നാമത്തെ ചോദ്യം, താഴെ കൊടുത്തവയിൽ തെറ്റായ ജോഡി ഏത്? 1, ഫ്രഞ്ച് വിപ്ലവം, ബാസ്റ്റീലിൻ്റെ പതനം. 2, റൂസോ സാമൂഹ്യ കരാർ. 3, സൺ യാറ്റ്സൻ, റഷ്യൻ വിപ്ലവം. 4, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ 1995 സ്ഥാപിച്ചു. മൂന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി, 3 മാത്രം. നാലാമത്തെ ചോദ്യം, താഴെ കൊടുത്ത പ്രസ്താവനകളിൽ രാജാറാം മോഹൻ റോയുമായി ബന്ധപ്പെട്ട ശരിയായത്? പ്രസ്താവന 1, മിർത്ത് ഉൽ അക്ബർ എന്ന വാരിക ആരംഭിച്ചു. 2, ആത്മീയ സഭ സ്ഥാപിച്ചു. 3, തുഹ്ഫത്തുൽ മുഹാഹിദീൻ എന്ന ഗ്രന്ഥമെഴുതി. പ്രസ്താവന 4, സംവാദ് കൗമുദി എന്ന വാരിക തുടങ്ങി. നാലാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി, 4 മാത്രം. അഞ്ചാമത്തെ ചോദ്യം, താഴെ കൊടുത്ത ചരിത്ര സംഭവങ്ങൾ പരിശോധിച്ച് ശരിയായ കാലഗണനാ ക്രമം ഏതെന്ന് കണ്ടെത്തുക. അഞ്ചാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഫസ്റ്റത്തെ മഹാത്മാഗാന്ധിയുടെ ആദ്യ കേരള സന്ദർശനം. മൂന്നാമത് വൈക്കം സത്യാഗ്രഹം. 1, ഗുരുവായൂർ സത്യാഗ്രഹം. 2, ക്ഷേത്രപ്രവേശന വിളംബരം എന്നീ ക്രമത്തിലാണ് ഇവ നടന്നിട്ടുള്ളത്. ആറാമത്തെ ചോദ്യം, താഴെ കൊടുത്തവയിൽ നിന്ന് ശരിയായ ജോഡി കണ്ടെത്തുക. 1, നീലദർപ്പൺ, ദീനബന്ധു മിത്ര. പ്രസ്താവന 2, ഹിന്ദു സ്വരാജ്, BR അംബേദ്കർ. പ്രസ്താവന 3, ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്നു, മൗലാന അബ്ദുൽ കലാം ആസാം. നാലാമത്തെ പ്രസ്താവന, തോട്ട്സ് ഓൺ പാകിസ്ഥാൻ, MN റോയ്. ആറാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. 1, 3 ശരിയായ പ്രസ്താവന. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ മാർ കുര്യാക്കോസ് ഏലിയാസ് ചാവറയുടെ പ്രസിദ്ധീകരണമല്ലാത്തത്? 1, നാലാഗമങ്ങൾ. 2, അഭിനവ കേരളം. 3, ഇടനാടകങ്ങൾ. 4, ആദിഭാഷ. ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. 2, 4 എന്നിവയാണ് പ്രസിദ്ധീകരണമല്ലാത്തത്. മൂന്നാമത്തെ ചോദ്യം, ഗംഗാ തീരത്തു നിന്നും എല്ലാ നല്ല വസ്തുക്കളും വലിച്ചെടുത്ത് തേംസ് നദിക്കരയിൽ പിഴിഞ്ഞുകളയുന്ന ഒരു സ്പോഞ്ച് പോലെയാണ് നമ്മുടെ വ്യവസ്ഥ പ്രവർത്തിക്കുന്നത്. ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇങ്ങനെ ഒരഭിപ്രായ പ്രകടനം നടത്തിയതാര്? മൂന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി, ജോൺ സള്ളിവൻ. ക്വസ്റ്റ്യൻ നമ്പർ 4, ഗുദഗിദ് മദ്ഗാർ എന്ന സംഘടനയിലൂടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ സുപ്രധാന ഇടം നേടിയ വ്യക്തി. നാലാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ സി, ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ. ആറാമത്തെ ചോദ്യം, യുദ്ധത്തിൻ്റെയും പ്രണയത്തിൻ്റെയും ദൈവമായി മെസൊപ്പൊട്ടേമിയൻ ജനത ആരാധിച്ചിരുന്നത് ആരെയാണ്? ആറാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി, ഇനന്ന. പത്താമത്തെ ചോദ്യം, ഏത് കലാപവുമായി ബന്ധപ്പെട്ടാണ് കുമ്പളത്ത് ഗോവിന്ദൻ നായർ പടപ്പാട്ട് രചന നിർവഹിച്ചത്? പത്താമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ സി, മലബാർ കലാപം.
11-ാമത്തെ ചോദ്യം പ്രശസ്ത കുണ്ടറ വിളംബരം നടന്ന വർഷം. ഉത്തരം ഓപ്ഷൻ ഡി 11 ജനുവരി 1809. അടുത്ത ചോദ്യം താഴെ പറയുന്നവരിൽ 1930-ൽ മലബാറിൽ നടന്ന ഉപ്പു സത്യാഗ്രഹവുമായി ബന്ധമില്ലാത്തവർ. എ. മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബ് ആൻഡ് കെ. കേളപ്പൻ. ബി. മൊയ്യരത്ത് ശങ്കരൻ ആൻഡ് പി. കൃഷ്ണപിള്ള. സി. ടി. കെ. മാധവൻ ആൻഡ് ഇ. ഇക്കണ്ട വാര്യർ. ഓപ്ഷൻ ഡി ആർ. വി. ശർമ്മ, ഇ. മൊയ്തു മൗലവി. ഇവയിൽ ഉപ്പു സത്യാഗ്രഹത്തിൽ ബന്ധമില്ലാത്തവർ ഓപ്ഷൻ സി ആണ്. ടി. കെ. മാധവനും ഇ. ഇക്കണ്ട വാര്യരുമാണ് ഇതിൽ ബന്ധമില്ലാത്തത്. 2-ാമത്തെ ചോദ്യം സർദാർ കെ. എം. പണിക്കർ കേരള സിംഹം എന്ന ചരിത്ര നോവലിൽ കേന്ദ്ര കഥാപാത്രം ആക്കിയിരിക്കുന്നത് ആരെയാണ്? 2-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി പഴശ്ശിരാജ. 3-ാമത്തെ ചോദ്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ 4 സമ്മേളനങ്ങൾ കാലഗണനാ ക്രമത്തിൽ നൽകിയിരിക്കുന്നു. ശരിയായത് കണ്ടെത്തുക. 3-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്. ഫസ്റ്റ് ബോംബെ, സെക്കൻഡ് കൽക്കട്ട, തേർഡ് മദ്രാസ്, ഫോർത്ത് അലഹാബാദ്. 4-ാമത്തെ ചോദ്യം 1931 മാർച്ച് 23-ന് ഭഗത് സിംഗിനൊപ്പം ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റിയ വിപ്ലവകാരികൾ. 4-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. രാജ്ഗുരു, സുഖ്ദേവ് എന്നിവരെയാണ് ഭഗത് സിംഗിനോടൊപ്പം തൂക്കിലേറ്റിയ വിപ്ലവകാരികൾ. 5-ാമത്തെ ചോദ്യം താഴെ പറയുന്നവരിൽ ആരാണ് 1936-ലെ തൃശ്ശൂരിൽ നടന്ന ഇലക്ട്രിസിറ്റി സമരത്തിന് നേതൃത്വം നൽകിയത്? 5-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ഇ. ഇക്കണ്ട വാര്യരാണ്. 6-ാമത്തെ ചോദ്യം ഏതു സമരവുമായി ബന്ധപ്പെട്ടാണ് ഗാന്ധിജിക്ക് ബ്രിട്ടീഷുകാർ 6 വർഷത്തെ ജയിൽ ശിക്ഷ വിധിച്ചത്? 6-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ സി നിസ്സഹകരണ സമരം. 7-ാമത്തെ ചോദ്യം താഴെ പറയുന്ന സംഘടനകളിൽ പാലിയം സത്യാഗ്രഹ സമരവുമായി ബന്ധമില്ലാത്തത് ഏതാണ്? 7-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ്. 9-ാമത്തെ ചോദ്യം തെറ്റായത് കണ്ടെത്തുക. ഓപ്ഷൻ എ ദർശനമാല ശ്രീനാരായണ ഗുരു. ഓപ്ഷൻ ബി പ്രാചീന മലയാളം ചട്ടമ്പി സ്വാമികൾ. ഓപ്ഷൻ സി കണ്ണീരും കിനാവും വി. ടി. ഭട്ടതിരിപ്പാട്. ഓപ്ഷൻ ഡി ആത്മാനുപാതം വാഗ്ഭടാനന്ദൻ. ഇതിൽ തെറ്റായ പ്രസ്താവന ഓപ്ഷൻ ഡി ആണ്. ആത്മാനുപാതം വാഗ്ഭടാനന്ദൻ എന്നുള്ളത് തെറ്റായ പ്രസ്താവനയാണ്. 10-ാമത്തെ ചോദ്യം 1924-ൽ ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ കണ്ടെത്തൽ പ്രഖ്യാപിച്ച ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഡയറക്ടർ ജനറൽ. 10-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ജോൺ മാർഷൽ. അടുത്ത ചോദ്യം ഇന്ത്യയിൽ ഭൂദാന സമ്പ്രദായത്തിന് തുടക്കം കുറിച്ച ഭരണാധികാരികൾ. 2-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ സി ശതവാഹനന്മാർ. 3-ാമത്തെ ചോദ്യം എ കോളത്തിന് അനുയോജ്യമായവ ബി കോളത്തിൽ നിന്നും കണ്ടെത്തി ശരിയുത്തരമെഴുതുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി. വാസ്കോഡ ഗാമ ഇന്ത്യയിലെത്തിയത് 1498. ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സ്ഥാപനം ഓപ്ഷൻ 4 1602. പോർച്ചുഗീസുകാർ ഗോവ പിടിച്ചെടുത്തത് 1510. ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സ്ഥാപനം 1664. 4-ാമത്തെ ചോദ്യം താഴെ കൊടുത്തിരിക്കുന്ന ചരിത്ര സംഭവങ്ങളുടെ ശരിയായ കാലഗണന എഴുതുക. 4-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഫസ്റ്റ് ആറ്റിങ്ങൽ കലാപം, സെക്കൻഡ് പഴശ്ശി കലാപം, തേർഡ് വേലുത്തമ്പി ദളവയുടെ കലാപം, 4 കുറിച്ചി കലാപം. 5-ാമത്തെ ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിസ്സഹകരണ പ്രസ്ഥാനവുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏത്? ഓപ്ഷൻ എ ഗാന്ധിജി നയിച്ച ആദ്യത്തെ ബഹുജന പ്രസ്ഥാനമായിരുന്നു. ഓപ്ഷൻ ബി കേന്ദ്രത്തിലും പ്രവിശ്യകളിലും ഉത്തരവാദിത്ത ഭരണം ഏർപ്പെടുത്തുക. പ്രസ്താവന 3 പഞ്ചാബ് പ്രശ്നത്തിന് പരിഹാരം കാണുക. ഡി ഖിലാഫത്ത് പ്രശ്നത്തിന് പരിഹാരം കാണുക. ഇതിൽ നിസ്സഹകരണ പ്രസ്ഥാനവുമായി ബന്ധമില്ലാത്ത പ്രസ്താവനയായി വരുന്നത് ഓപ്ഷൻ ബി ആണ്. കേന്ദ്രത്തിലും പ്രവിശ്യകളിലും ഉത്തരവാദിത്ത ഭരണം ഏർപ്പെടുത്തുക. 6-ാമത്തെ ചോദ്യം പ്രിൻസപ്പ് എന്ന സ്ഥാനപ്പേര് സ്വീകരിച്ച റോമൻ ഭരണാധികാരി. 6-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ എ
അഗസ്റ്റസ് സീസറാണ് പ്രിൻസപ്പ് എന്ന സ്ഥാനപ്പേര് സ്വീകരിച്ച റോമൻ ഭരണാധികാരി.